ബ്യൂട്ടി ആൻഡ് കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് നമ്മുടെ ഓണം സീരീസിലെ സെക്കൻഡ് ലുക്കാണ്. സെക്കൻഡ് ഡ്രസ്, അതായത് ഇതും സെറ്റ് സാരി തന്നെയാട്ടോ. ഒരു സെറ്റ് സാരി ലുക്ക് തന്നെയാണ് ഇന്നും ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഓണം ലുക്കില് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ മോയിസ്ചറൈസർ ആണ്. മാക്സി സോഫ്റ്റിന്റെ മോയിസ്ചറൈസിംഗ് ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്യണത്. ഡോട്ട് ഡോട്ട് ആയിട്ടൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു പിമ്പിൾ വന്നിട്ടുണ്ട്. നല്ല പെയിൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെ തൊടുമ്പോഴൊക്കെ കണ്ടാ ചെറുതുപോലെ തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തു. നമുക്ക് ലിപ്പ് കൂടി ഒന്ന് മോയിസ്ചർ ചെയ്യാം കേട്ടോ. അപ്പൊ ലിപ്പ് മോയിസ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബേബി ലിപ്സ് ആണ്. ഒരു പിങ്ക് ഷെയ്ഡായിട്ട്. നമ്മള് ലിപ്സ്റ്റിക് ഇടണം എന്നില്ല. നമ്മള് ഡെയിലി എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഡെയിലി ആയിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ലിപ് ബാം, ഈ ബേബി ലിപ്പിന്റെ ലിപ് ബാം ചൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോ കളറാവും കേട്ടോ. ഞാൻ മോയിസ്ചറൈസ് ചെയ്ത് കഴിഞ്ഞു. ഫേസും ലിപ്പും മോയിസ്ചർ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് പ്രൈമർ ആണ്. പ്രൈമറിന് ഞാനിവിടെ എടുക്കുന്നത് ഫിറ്റ്മിയുടെ പ്രൈമർ ആണ്. കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് പ്രൈമർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബേസ് ആയിട്ടാണ്. ആൻഡ് പിന്നെന്താ, നമ്മുടെ ഫേസിൽ വല്ല പോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടച്ച് മേക്കപ്പ് എന്താ പറയാ കുറച്ചും കൂടി ഡ്യൂറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ആ മേക്കപ്പിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് കൺസീലർ ആണ്. കൺസീലറും NYBയുടെ എന്താ പറയാ കൺസീലർ പ്ലസ് കോമ്പാക്ട് പ്ലസ് ഫൗണ്ടേഷൻ എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്റ്റിക്ക് ഉണ്ട്. അത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കിത് രണ്ടും കൂടി ഒരുമിച്ച് യൂസ് ചെയ്തിട്ടാണ് റിസൾട്ട് നല്ലപോലെ, അല്ലെങ്കിൽ എന്റെ ഫേസിന് കറക്റ്റ് ഷെയ്ഡ് കിട്ടിയേക്കണത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടിയാണ് ഞാൻ യൂസ് ചെയ്യണത്. കൺസീലർ നമുക്ക് ഡാർക്ക് ആയിട്ടിരിക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി NYBയുടെ ഈ ഒരു ഫൗണ്ടേഷനും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഡാബ് ചെയ്ത് ഫേസിലേക്ക് ആക്കി കൊടുക്കാം. അത് ഞാൻ കൺസീലർ കണ്ണിന്റെ അവിടെ മാത്രമായിട്ട് ഈ ഒരു സ്പോഞ്ചാണ് കേട്ടോ യൂസ് ചെയ്യണത്. അത് വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ഒപ്പി കൊടുക്കുന്നത്.
കൺസീലറും ഫൗണ്ടേഷനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഒരു ലേശം അപ്ലൈ ചെയ്യുന്നത് CC ക്രീം ആണ് കേട്ടോ. CC ക്രീം എടുത്തിട്ട് ജസ്റ്റ് ഇവിടെയൊക്കെ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുവാണ്. ഇത് വന്നിട്ട് ലാക്മിയുടെ CC ക്രീം ആണ്. വളരെ ചെറുതാണ് കേട്ടോ സാധനം, ഭയങ്കര ചെറുതാണ്. പക്ഷെ റേറ്റ് വന്നിട്ട് 105 രൂപയാണ്. ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. CC ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടിയുടെ കോമ്പാക്ട് പൗഡർ ആണ്. കോമ്പാക്ട് പൗഡർ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കോമ്പാക്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് ഐബ്രോസിലേക്ക് കിടക്കാം. ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഈ 2 ടൂളാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഐബ്രോ പെൻസില് അത് വെച്ചൊന്ന് ജസ്റ്റ് എന്റെ അത്യാവശ്യം ഇപ്പൊ കറക്റ്റാണ്, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് കറക്റ്റ് അങ്ങ് ക്ലിയർ ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വരക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഈ സ്പൂള് വെച്ചിട്ട് ഒന്ന് ഈരി നല്ല ഷേപ്പിലാക്കി കൊടുത്തു. കണ്ടോ? ഇനി ഞാൻ എടുത്തേക്കുന്നത് കാജലാണ്. ലാക്മിയുടെ മാക്കിന്റെ കാജലാണ് കേട്ടോ. ഐലൈനർ പെൻസിലാണ്. അതുകൊണ്ട് ഞാനൊന്ന് കണ്ണെഴുതുവാണ്. പൊക്കത്തും കൂടി ഒന്ന് എഴുതണുണ്ട്. എനിക്ക് എഴുതാൻ പേടിയാ, എന്നാലും എഴുതി നോക്കാം. അപ്പൊ ഇനി നമ്മള് നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടന്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റിലേക്ക് കിടക്കുവാണ്. നമ്മുടെ ഐഷാഡോ ചെയ്യാല്ലേ? ഐഷാഡോ ചെയ്യാട്ടോ. ഐഷാഡോ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഈ പാലറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പാലറ്റിന്ന് ഫസ്റ്റ് ഞാൻ ഈ പാലറ്റിന്ന് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ഈ ഒരു സൈഡിലൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുവാണ്. എടുക്കുന്നത് ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു ഗിൽറ്റി ഷെയ്ഡ് വന്നിട്ട് ഇതിവിടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ വന്നിട്ട് ഒരു മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ആൻഡ് സെക്കൻഡ് ലെയർ ഒരു സിൽവർ കളർ കൊടുത്തിട്ട് ലാസ്റ്റ് അതായത് ഫൈനൽ ലെയർ ബ്ലാക്ക് കൊണ്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ പുറമെ നൈസായിട്ടൊന്ന് ഐലൈനർ എഴുതിയേക്കുവാണ് കേട്ടോ.
അല്ലാതെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഒന്നും ഐക്ക് കൊടുക്കുന്നില്ല. ഞാന് ജസ്റ്റ് ഒന്ന് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ മസ്കാര. ഫേക്ക് ലാഷസ് വെക്കുന്നില്ല. എന്താ പറയാ, ഒരു നാച്ചുറൽ ഫീല് കിട്ടട്ടെ എന്നോർത്തു. നാച്ചുറൽ ഫീല് കിട്ടട്ടെ എന്നോർത്തിട്ട് ഫേക്ക് വെക്കുന്നില്ല കേട്ടോ. ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും അല്ല ചെയ്യണത്, സിമ്പിൾ മേക്കപ്പ് ആട്ടോ. അതുകൊണ്ട് ഞാൻ എന്റെ ഡാർക്ക് മാർക്സും എന്താ പറയാ ആ ഒരു പോഴ്സ് ഒക്കെ അധികം ഒന്നും കവർ ചെയ്തിട്ടില്ല. നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യണത് ബെല്ല മോസ്റ്റിന്റെ ഹൈലൈറ്റർ ആട്ടോ. ജസ്റ്റ് ഒന്ന് കോണ്ടോറും കൂടി ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് കോണ്ടോർ ചെയ്യുന്നില്ല, എനിക്ക് അധികം കോണ്ടോർ ചെയ്യുന്ന ഇഷ്ടമല്ല. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കൊരു ബബ്ലി ടൈപ്പ് ഫേസ് ആണ് എനിക്കിഷ്ടം. അതുകൊണ്ട് കോണ്ടോർ അങ്ങനെ അധികം ചെയ്യുന്നില്ല. നെക്സ്റ്റ് ബ്ലഷും കൂടി അപ്ലൈ ചെയ്യണം. ബ്ലഷ് ഞാൻ ഈ പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡാണ് എടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനൽ ആയിട്ട് നമുക്ക്, ഫൈനൽ അല്ല, അതിന് മുമ്പ് നമുക്ക് ലിപ്പ്. ഞാൻ ഈ ഒരു ന്യൂഡ് ഷെയ്ഡാണ് എടുക്കുന്നത്. ഈ ന്യൂഡ് ഷെയ്ഡ് എനിക്ക് അധികം ചേരത്തില്ല എന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാലോ എന്ന് ഓർത്തിട്ട് ഞാൻ ന്യൂഡ് ഷെയ്ഡ് എടുക്കുക കേട്ടോ. ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ലിക്വിഡ് ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൽ ആയിട്ട് എന്താ പറയാ ഫിക്സറും കൂടി അടിച്ചിട്ട് മേക്കപ്പ് ക്ലോസ് ചെയ്യാം. അതിനു വേണ്ടിട്ട് ഞാൻ ഹുദ ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ എന്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഹെയർ ഞാനൊന്ന് ബൺ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ബൺ ചെയ്തിട്ടുണ്ട്. ഒരു ഇത് സെറ്റ് മുണ്ടാണ് കേട്ടോ, വേറൊന്നുമല്ല, സെറ്റ് മുണ്ടാണ്. സെറ്റ് സാരി സിൽവർ കളറാണ്. ബ്ലൗസ് വന്നിട്ട് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ഒരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ സിൽവർ ഓർണമെന്റ്സ് ആണ് വെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടെ. അതുകൊണ്ട് ഞാനൊരു സിൽവർ ടച്ച് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. സിൽവർ വന്നിട്ട് ഒരു മോതിരം ഉണ്ട്, പിന്നെ ഒരു വലിയൊരു കമ്മലും ഉണ്ട്. അല്ലാതെ വേറെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. മാലയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു.
അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ബ്ലൗസ് വന്നിട്ട് ഞാൻ മീഷോയിൽ മേടിച്ചാണ്. എന്റെ മീഷോ ഹോൾ വീഡിയോയിലുണ്ട്, അത് നിങ്ങക്ക് നോക്കാം കേട്ടോ. ആൻഡ് ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് തയ്ച്ചേക്കുന്നത്. 2 കെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത വന്നിട്ട് ഈ ബ്ലൗസിന്റെ കൈ എനിക്ക് പാകമല്ല, അതായത് കറക്റ്റ് അല്ലായിരുന്നു നമുക്ക് വെക്കുന്നതായിരുന്നു. അപ്പൊ ഞാൻ സെപ്പറേറ്റ് ഒരു നെറ്റ് എടുത്തതാണ്. ആൻഡ് ഇതിൽ വന്നിട്ട് ഞാനൊരു ഫ്രിൽ മോഡലാണ്, ഇങ്ങനെ റഫിൾസ് പോലെയാണ് കൈ കൊടുത്തേക്കുന്നത് കേട്ടോ. കണ്ടോ? അപ്പൊ ഈ ഡ്രസ് ഇട്ടിട്ടുള്ള വീഡിയോ ഇപ്പൊ നിങ്ങൾക്ക് കാണാം കേട്ടോ.